വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പാലമായ വള്ളിയൂർക്കാവ് പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 17.61 കോടി രൂപ ചിലവഴിച്ചാണ് വള്ളിയൂർക്കാവിൽ പാലം പണിതിരിക്കുന്നത്. വയനാട് ജില്ലയുടെ ഗതാഗത രംഗത്ത് നിർണായകമായ മാറ്റത്തിന് തുടക്കമിട്ട് 17.6 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ജില്ലയിലെ ഏറ്റവും വലിയ പാലം വള്ളിയൂർക്കാവ് പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 208 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലം മാനന്തവാടി നഗരസഭയെയും എടവക പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ്. പാലം യാഥാർത്ഥ്യമായതോടെ കാവണക്കുന്ന്, ചെറുവയൽ, പൂളക്കൽ, കമ്മന, കുരിശിങ്കൽ, 6 മൈൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സഞ്ചാരം ഏറെ സുഗമമാകും. സംസ്ഥാനത്തിന്റെ വികസന ദൗത്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ദേശീയപാത വികസനവും ദേശീയപാത 66ന്റെ നവീകരണവും ലക്ഷ്യമാക്കി 5550 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നത്. 600 കിലോമീറ്റർ നീളമുള്ള ദേശീയപാത പദ്ധതിയിൽ ഭൂരിഭാഗം പ്രവൃത്തികൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മലയോര പ്രദേശങ്ങളുടെ വളർച്ചയെ മുൻനിർത്തി 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 1200 കിലോമീറ്റർ നീളമുള്ള പാതകൾ പുരോഗമിക്കുകയാണെന്നും ഇത് കർഷകർക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ പിന്തുണയാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 5 വർഷത്തിനിടെ 100 പാലങ്ങൾ എന്നതായിരുന്നു 2021 സർക്കാർ ലക്ഷ്യമിട്ടത്. നിലവിൽ 150 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.